ബിഗ് ബോസ് സീസൺ 6 ഇനി 5 ഡേയ്സ് 5 ദിവസമേ ഉള്ളൂ. ഈ 5 ദിവസം ഇരിക്കെ ഓൾറെഡി ജാൻമണി നേരത്തെ കയറിയിരിക്കുന്നത്, അതേപോലെ ഇന്നലെ വൈകിട്ട് ഒരു യമുന റാണിയും കയറിയിരിക്കുന്നത്. അപ്പോൾ യമുന ഇന്ന് കാലത്ത് എന്താ സംഭവിച്ചാൽ, യമുന റാണിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് പറയാൻ ബിഗ് ബോസ് ഉണ്ട് വിടുന്നില്ല. ജാസ്മിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജാസ്മിനായിട്ട് പല കാര്യങ്ങളും പറയാൻ സമ്മതിക്കുന്നു. പക്ഷേ ട്രൈ ചെയ്യുമ്പോൾ ബിഗ് ബോസ് അവിടെ അടുക്കി വെക്കുക. അപ്പോൾ മനസ്സിലാവേണ്ട സംഭവം എന്തൊക്കെയാണ്, എല്ലാം നെഗറ്റീവാണെന്ന് മനസ്സിലാവേണ്ടത്. പക്ഷേ അത് ബിഗ് ബോസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ബിഗ് ബോസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ജാസ്മിനെ അങ്ങനെ തളർത്തുക തന്നെയാണ്. കാരണം പുറത്ത് ഒരു കാര്യം പറയാൻ സമ്മതിക്കുന്നില്ല. ആ കുട്ടി വന്നിട്ട് പിന്നെ ആ കളി കളിച്ചോട്ടെ, ഗബ്രി വന്നിട്ട് പിന്നെ ആ കളി കളിച്ചോട്ടെ എന്നാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് വന്നിട്ട് അതേപോലെ ഋഷിയും നല്ല ഓപ്പണപ്പ് ആയിരിക്കണം, കംപ്ലീറ്റ് ഓപ്പണപ്പ് ആയിരിക്കണം. ഒരു കാര്യം മറക്കുക, അതെല്ലാം പച്ചക്ക് സംസാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പുറത്ത് കളി എങ്ങനെ വരണം, അങ്ങനെയാണെങ്കിൽ 5 ദിവസം നമുക്ക് ഞാൻ പേടിക്കണം, അങ്ങനെ എല്ലാവരും വാരുന്നുണ്ട് ഋഷി. ആ സമയത്ത് ജാൻമണി എന്താ പറയുക, ഋഷിയുടെ ഹാബിറ്റ് ഉണ്ട് പുറത്ത് പോയിരിക്കുക. അപ്പോൾ പക്ഷേ ലിവിങ് റൂമിൻ്റെ AC ഹാൾ തുറന്നു വയ്ക്കുക. തുറക്കുമ്പോൾ അവിടുത്തെ കാറ്റ് പുറത്തേക്ക് വരില്ല. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സുഖമാണ്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് AC കിടന്ന ആ റൂമിൽ ഒരിക്കലും, അങ്ങനെ AC ഉള്ള റൂമിൽ ഒരിക്കലും ഡോർ തുറന്ന് വയ്ക്കാൻ പാടില്ല. പക്ഷേ ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ ജാൻമണി വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, എന്താ അങ്ങനെ ചെയ്തിട്ട് പോയി ചോദിക്കാൻ പോവാണ്. എന്തിനാണ് തുറന്ന് വയ്ക്കുന്നത്, അത് AC കിടല്ലേ, റൂമിൽ കിടല്ലേ, അത് മോശമാണ് ചെയ്യാൻ പാടില്ല. അത് പോയി ചോദിച്ചത് തന്നെ ഋഷി എന്തോ പറയുന്നു, അതായത് ഇത് അങ്ങനെയല്ല. അപ്പോൾ ആ സമയത്ത് അത് വ്യക്തമായി വന്നില്ല. പക്ഷേ ആ സമയത്ത് ശ്രീതു എന്തോ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ജാൻമണിക്ക് ഫീലായി തിരിച്ചു വന്നു. ഞാൻ എന്തിനാ വന്നു ഇവിടെ, എങ്ങനെ ആർക്ക് വേണ്ടി ഇവിടെ വന്ന്, ഞാൻ വന്നതെന്ന് തെറ്റായിപ്പോയി എന്നിട്ട് ഒരേ കരച്ചിൽ. പിന്നെ സിഗരറ്റ് എടുത്ത് നേരെ സ്മോക്കിംഗ് റൂമിലേക്ക് പോന്നു. അപ്പോഴേക്കും എല്ലാവരും ആശ്വസിക്കാൻ പോന്നു. അപ്പോൾ ഋഷി ചോദിക്കും, ഇതെന്ത് പാടാ, ഒന്നും പറയാൻ പാടില്ല, ഇതെന്താ ഇത് ഇവിടെ നമ്മൾ ശ്വാസം മുട്ടി എത്ര ദിവസം ഇവിടെ ജീവിക്കുന്നത്, ഇത് ഇത്രയൊന്നും മനസ്സിലാക്കിയിട്ട് പോലും എന്താ പറയുക, നമ്മൾ ആദ്യമല്ല പെരുമാലിച്ച് നീ പുറത്ത് പോയി വന്ന ആളല്ലേ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ഇതെന്താ, ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ചൂടാണ്, അപ്പോൾ ആ തണുപ്പിന് അപ്പോൾ അത് അതേപോലെ എടുക്കല്ലേ വേണ്ടു. അപ്പോൾ അൻസിബ പോലും എനിക്ക് എൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് പോലും എന്നിട്ടാണ് അൻസിബ നിൽക്കാറ്. അപ്പോൾ ആ അൻസിബ പോലും എങ്ങനെ ചെയ്യുക, എന്താ പറയുക, നമുക്ക് അങ്ങനെ പെരുമാറില്ല. നീ എന്താ അങ്ങനെ പെരുമാറുന്നത്, ഇതെന്താ അങ്ങനെ, നമ്മൾ ആരും ഇവരെന്താ ഇവിടെ ജീവിക്കുന്ന, നമ്മൾ ഓരോരുത്തർ പേടിച്ച് ജീവിക്കണം. അങ്ങനെ ഋഷി ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, പറയേണ്ടത് ഇതെന്തിന് നമ്മൾ ഇപ്പോഴും ഓരോരുത്തർ പേടിച്ച് ജീവിക്കേണ്ട പോലെ അവസ്ഥയാണെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഋഷീൻ്റെ ഓരോ സ്വഭാവങ്ങൾ പുറത്തു വന്നത്. ഐ മീൻ ഋഷി അങ്ങനെ ഓപ്പൺ അപ്പ് ടൈപ്പാണ്, എല്ലാം സംസാരിക്കുന്ന ആളാണ്, എല്ലാം തമാശ ഇവിടെ ഇരിക്കുന്ന ആളാണ്, ഉള്ളത് അപ്പം തന്നെ എല്ലാം പറയാതെ മോശമാണ് നല്ലതാണ്. പക്ഷേ ഇത്രയും സാധ്യത ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഓപ്പൺ അപ്പ് ആവുന്നത്. അത് നല്ലവണ്ണം കാണാണ്ടേനും അതിൻ്റെ ഓരോ കണ്ടൻറ്റ് പുറത്ത് വരുന്നുണ്ടേനും. അപ്പോൾ അത് ശരിക്കും പാച്ചപ്പ് ആവുന്നില്ല. അപ്പോൾ അതാണ് പിന്നെയും ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജാൻമണി പറയുന്നത്, ഇവിടെ എല്ലാവരും ചേഞ്ച് ആയില്ലേ, എല്ലാവരും ആൾക്കാരും മാറിപ്പോയി എന്ന് ജാൻമണി പറയുന്നത്.